ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസും ആയിട്ടാണ്. രണ്ട് തരം സ്നാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രണ്ട് നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നല്ല ജ്യൂസി ആൻഡ് ക്രീമി ആയിട്ടുള്ള മസാലക്കൂട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഇഫ്താർ റെസിപ്പി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഏകദേശം ഒരു 1 വീക്കോളം നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. കാരണം ഇതൊരു ചീസി ടെക്സ്ചറുള്ള ഒരു മസാലയാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1 വീക്ക് വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലോ ബട്ടറോ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കന് നമുക്ക് വേവിച്ചിട്ട് എടുത്തിട്ട് ഷ്രെഡ് ചെയ്ത പോലെ ആക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്യുന്നു, കാരണം അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി പൗഡർ, അതുപോലെ കൊറിയാണ്ടർ പൗഡറും ടർമറിക് പൗഡറും അങ്ങനെ ഒരു പൗഡറും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിവിടെ പെപ്പർ പൗഡറും സാൾട്ടും ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഗ്രീൻ ചില്ലീസാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒനിയനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒനിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെലിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരുപാട് വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത്. മെയിനായിട്ട് വെജിറ്റബിൾസ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റിയും അതുപോലെ ഒരു വെജിറ്റബിൾസ് നല്ല രീതിയിൽ നമ്മുടെ വയറ്റിലേക്കും പോകും കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ്. അതും ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. വേവിച്ചിട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും വേവിച്ചിട്ടില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു 3 പച്ചമുളകാണ്, നല്ല സ്പൈസിയാണ്, അതുകൊണ്ട് 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുക്കുന്നതിൻ്റെ അളവ് ഈ ഒരു പാത്രത്തിൻ്റെതാണ്. അത് കൂടുന്നതും കുറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു ചെറിയൊരു കപ്പിലാണ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സമൂസൻ്റെ ഫില്ലിങ്സിലൊക്കെ പൊതുവേ ഗ്രീൻ പീസ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു ചെറിയ കപ്പിൻ്റെ അളവിൽ തന്നെ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇതെല്ലാവരും എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മസാല ഉണ്ടാക്കിയാൽ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മേത്തി, ഒറിഗാനോ, ചാട്ട് മസാല. മൂന്നാമത് ആഡ് ചെയ്തത് ചാട്ട് മസാലയാണ് കേട്ടോ. ഇത് 3ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചാട്ട് മസാലയിൽ കുറച്ച് സാൾട്ടിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. സാൾട്ട് അധികം ആഡ് ചെയ്യേണ്ട കേട്ടോ. ആദ്യമേ ആ ഒരു ചിക്കനിലിട്ടതിന് ശേഷം പിന്നെ നോക്കിയിട്ട് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചീസും ബട്ടറും ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് നോക്കിയതിന് ശേഷം മാത്രം ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മസാല ഒക്കെ സൈഡാക്കി വെച്ചതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് ക്രീമും കൂടി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 20 ഗ്രാമിൻ്റെ അളവിലുള്ള ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.25 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഏകദേശം 1 ഗ്ലാസിൻ്റെ അടുത്തോളം പാൽ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മൈദയൊക്കെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് യോജിപ്പിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ക്രീമായിട്ട് അതിൻ്റെ കൂടെ മസാലയും കൂടി വരുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ചീസ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതെന്തായിട്ട് ട്രൈ ചെയ്ത് വെക്കണേ. ഇതെന്തായിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ ഈ ഒരു റെസിപ്പി. ഇതിങ്ങനെ ഒന്ന് എല്ലാത്തിലേക്കും ഇനി മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പണ്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് തികച്ച ഓപ്ഷണലാണ്. ചീസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് ഞാൻ വെറുതെ ഒന്ന് എക്സ്ട്രാ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചീസിൻ്റെ സാൾട്ടും കൂടി വരും. അതുപോലെ ബട്ടറിൽ സാൾട്ടുള്ള ബട്ടറാണെങ്കിൽ അതിൻ്റെ സാൾട്ടും ഉണ്ടാവും. ചാട്ട് മസാലയിലും സാൾട്ട് ഉണ്ട്, അതുകൊണ്ട് സാൾട്ടൊക്കെ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണേ.
ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മസാല പച്ചക്കറികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ജ്യൂസിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 കയ്യിൽ മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് നല്ലൊരു ടെക്സ്ചറാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ എടുക്കുന്നുണ്ട്. നേരിയ ദോശയായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവിൽ മസാല വെച്ച് കൊടുക്കുക കേട്ടോ. ഈ പ്ലേറ്റിൽ ആദ്യം ഒന്ന് ഗീ പരട്ടി കൊടുക്കണേ. വെളിച്ചെണ്ണയോ ഗീയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് ആ പ്ലേറ്റിൽ നിന്ന് റിമൂവ് ആക്കി കിട്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മുട്ടയിൽ മുക്കിയിട്ട് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ബ്രെഡ് ക്രബ്സും അതുപോലെ തന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് മുട്ടയല്ല കേട്ടോ. ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു മൈദ മാവും മുട്ടയൊക്കെ ചേർത്തിട്ട് ഈ ദോശ ചുടാൻ എടുത്തിട്ടില്ലേ, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്, ഇത് മുക്കിയെടുക്കുന്നത്. കാരണം മുട്ട എടുത്തു കഴിഞ്ഞാൽ ഓയിലിൽ അങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഞാനിത് ഡീപ്പ് ഫ്രൈ എടുക്കുന്നതാണ്. ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ട ആഡ് ചെയ്താൽ ചില സമയം ഓയിലിൽ മൊത്തം ഇങ്ങനെ ഒരു ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം കേട്ടോ. നല്ല ചീസി ആയിട്ടുള്ള സമൂസയും കൂടി നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഈ ഒരു മിക്സിങ് വെച്ചിട്ട് തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാം. വേറെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഈ 2 സ്നാക്സാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ 2 ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഒരു മസാല വെച്ചിട്ട് 2 തരത്തിലുള്ള ഐറ്റംസ് ആകുമ്പോൾ കാണാനും ഒരു ലുക്കാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. എന്തായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഇതുപോലെ സമൂസൊക്കെ കോട്ടിയെടുത്തിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സമൂസൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഒരു കുഴിയിലെ ടൈപ്പിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പരന്ന പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ സമൂസ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള സമൂസയാണ്. ഫ്രീസ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ എടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇടാം. ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് വേണം ഇത് ഓരോന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. സ്റ്റോർ ചെയ്യുന്ന ടൈം തിരക്കായിട്ട് അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കോരിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു സ്നാക്കും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോ പോക്കറ്റ്സും കൂടി ആക്കിയിട്ടുള്ളതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓയിലിൽ മുങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നല്ല ഒരു ഗീൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഗീ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ടേസ്റ്റ് കംപ്ലീറ്റ് ഗീയിലെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.